ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ലേബറിന്ത്യയിൽ വന്ന ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്കത് നോക്കാം. ആക്ടിവിറ്റി 1, മെഷർ ആൻഡ് മാർക്ക് ദ ആംഗിൾ ഇൻ ദ ഫിഗർ ബിലോ. ചുവടെയുള്ള ചിത്രത്തിൻ്റെ കോൺ ആണെന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ എത്രയായിരിക്കും മക്കളെ എൻ്റെ ആൻസർ വരിക? 120 ഡിഗ്രി അല്ലേ, 120 ഡിഗ്രി. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ അറ്റ് ദ സ്ക്വയർ കോർണർ? എന്താ പറഞ്ഞിരിക്കുന്നേ? മട്ടമൂലയിലെ കോൺ എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി. അടുത്തത്, ഡ്രോ എ സർക്കിൾ, മാർക്ക് 5/10 പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് കളർ ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു വൃത്തം വരച്ച് അതിൽ 5/8 ഭാഗം അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. ഇപ്പൊ ഇതേപോലെ ഒരു ചിത്രം വരച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ പറഞ്ഞേ? 5/8 അല്ലേ, അപ്പൊ 5 എണ്ണത്തിന് കളർ കൊടുക്കുക. 1, 2, 3, 4, 5 ഈ ഭാഗത്തിനുള്ള കളർ കൊടുക്കുക. അപ്പൊ ഇതിന് കിട്ടും 5/10. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ 65 ഡിഗ്രി ആംഗിൾ മാർക്ക് ഇൻ ദ ഫിഗർ? വാട്ട് ഫ്രാക്ഷൻ ഈസ് ദ 295 ഡിഗ്രി ആംഗിൾ? എന്താ പറഞ്ഞിരിക്കുന്നേ? ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള 65 ഡിഗ്രി കോൺ മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? 295 ഡിഗ്രി കോൺ എത്ര ഭാഗമാണ്? അപ്പൊ നമുക്കിത് നോക്കാം. ഈ വൃത്ത കേന്ദ്രത്തിന്റെ കോണളവ് എത്ര മക്കളെ? 360 ഡിഗ്രി അല്ലേ. എഴുതി നോക്കാം. ആംഗിൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ എത്രയാണ്? 360 ഡിഗ്രി അല്ലേ. അടുത്തത് 65 ഡിഗ്രി കോൺ വൃത്തത്തിന്റെ അത് എത്ര വരുക? 65 ഡിഗ്രി ആംഗിൾ ഈസ് എന്താ എഴുതുക? ഈ 65 ബൈ 360 ഇത് എത്ര വരും മക്കളെ? നമുക്കത് നോക്കാം. 13/72 പാർട്സ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, അടുത്തത് എന്ത് വരും മക്കളെ? 295 ഡിഗ്രി കോൺ വൃത്തത്തിന്റെ എത്ര വരുക? 295 ഡിഗ്രി ആംഗിൾ ഈസ് 295 ബൈ 360 സീക്വൽ ടു എത്ര വരുക? 59/72 പാർട്ട് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഈ 13/72 എങ്ങനെയാ കിട്ടിയെന്ന് മക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അത് ഞാൻ ക്ലിയർ ചെയ്തുതരാം. അത് നമ്മൾ ഇവിടെ ചെയ്ത് നോക്കാം. 65/360 അല്ലേ. അതിന് ആദ്യം ഇത് നോക്കിയേ, ഇതിൽ 5 ഉണ്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെ 5ന്റെ ഗുണപട്ടിക ഒന്ന് നോക്കിയാലോ? ജസ്റ്റ് 5നെ 65 കൊണ്ട് നമുക്ക് ഹരിച്ചു നോക്കാം. അപ്പം അത്ര ആൻസർ കിട്ടുക? ഇവിടെ 1 വരും. ഇതിൻ്റെ ആൻസർ വരും 13. അപ്പം മക്കൾക്ക് മനസ്സിലായ? 13 × 5 65. ഇനി ഈ 5നെ തന്നെ 360/5 ഹരിച്ചു നോക്കാം. 7 5 35. ഓക്കെ, ഇവിടെ 1 വരും 10. അപ്പം എത്ര വരിക? 72. അപ്പോൾ ഇവിടെ എഴുതുക 72 × 5. അപ്പോൾ ഇത് ആൻസർ കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് മേലത്തേത് ചെയ്യല്ലോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ആക്ടിവിറ്റി 2, റൈറ്റ് 1/2 with 36 as the denominator in the
ഫ്രാക്ഷൻ ഫോം. എന്താ പറഞ്ഞിരിക്കുന്നത്? 1/2ന്റെ 36 ഛേദമായ ഭിന്നസംഖ്യ എഴുതുക. നമുക്കത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകെയുള്ള 36 സമഭാഗങ്ങളിൽ നിന്ന് മുഴുവന്റെ 1/2 ഭാഗം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക മക്കളെ? To get 1/2 of the total from 36 equal parts, we need take എന്താ വരുക? 36/2. അപ്പം എത്ര വരുക? 18 പാർട്സ്. ഒന്നേ ബൈ രണ്ടിന്റെ 36 ഛേദമായ രൂപം, അതായത് the form of 1/2 with 36 as the denominator. എത്രയായിരിക്കും മക്കളെ? 18/36. ഓക്കെ, നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് 3 ഡിഫറൻസ് ഫോംസ് ഓഫ് 1/5. 1/5ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക. ഏതെല്ലായിരിക്കും മക്കളെ? 1/5 is equal to 1 into 2, 5 into 2 is equal to 2/10. അടുത്തത് 1/5 is equal to 1 into 3, 5 into 3 is equal to 3/15. അടുത്തത് 1/5 is equal to 1 into 4, 5 into 4 is equal to 4/20. Next question. Write 3 forms of the number pairs 1/3 and 1/4 with the same denominator. എന്താ പറഞ്ഞിരിക്കുന്നത്? 1/3, 1/4 എന്ന സംഖ്യാജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപങ്ങൾ എഴുതുക. നമുക്കത് നോക്കാം. അപ്പം 1/3നെ 4, 8, 12നെ കൊണ്ട് നമുക്ക് ഗുണിക്കാം. ആദ്യത്തേത് 1 into 4/3 into 4 is equal to 4/12. അടുത്തത് 1 into 8/3 into 8 is equal to 8/24. അടുത്തത് 1 into 12, 3 into 12 is equal to 12/36. അടുത്തത് നമുക്ക് 1/4 നോക്കാം. 1 into 3/4 into 3, 3/12. 1 into 6/4 into 6 is equal to 6/24. അടുത്തത് 1 into 9/4 into 9 is equal to 9/36. Next question. Which of the following is another form of 2/3? എന്താ പറഞ്ഞിരിക്കുന്നത്? 2/3ന്റെ മറ്റൊരു രൂപം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും മക്കളെ? നമുക്കത് നോക്കാം. അതിൻ്റെ ആൻസർ വരുന്നത് 8/12. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 2 into 4 is equal to 8/3 into 4 is equal to 12. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് 8/12 ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 30/40? 30/45ന്റെ ലഘുരൂപം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? 1/3, 2/3, 3/4, 1/5. നമുക്കത് നോക്കാം. 30/45 അല്ലേ? അപ്പം അങ്ങനെ ചെയ്യാം മക്കളെ. അപ്പം ആദ്യം 5ൻ്റെ നോക്കാം. 5 into 6 അല്ലേ? 5 into 6/5 into 9. അപ്പം എത്ര വരുക? 6/9. പിന്നെന്താ പറയുക? 6ന് ആദ്യം നമുക്ക് ചുരുക്കാം. 6 into 6 അല്ല, 3 into 2/3 into 3. അപ്പം എത്ര വരും മക്കളെ? 2/3 അല്ലേ?
Next question, 66 liters of milk is to be divided equally among 24 people. How many liters which each person get? എന്താ പറഞ്ഞിരിക്കുന്നത്? 66 ലിറ്റർ പാല് 24 പേർക്ക് ഒരേപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാൽ കിട്ടും? അപ്പം നമുക്കത് നോക്കാം. ആദ്യം എത്ര മക്കളെ? 66 അല്ലേ? 66 എന്തായിരിക്കും? 6 ഇൻറ്റു 11, അടുത്തത് 24ൻ്റെ 6 ഇൻറ്റു 4 അല്ലേ? ഇങ്ങനെ വരും. 6 ഇൻറ്റു 11 എന്ന് വെച്ചാൽ 66, 24 വരുന്നത് 6 ഇൻറ്റു 4. ഇനി അടുത്തത് 66/24. എങ്ങനെ നമ്മൾ ചെയ്യാം? 6 ഇൻറ്റു 11/6 ഇൻറ്റു 4. അടുത്തെന്ത് വരുക? 11/4. ഇതെങ്ങനെ വരുക? 2, 3, 4. 2, 3/4 വരും. അപ്പം ഈച്ച് പേഴ്സൺ will get 2, 3/4 liters of milk. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 140 cm long rope is cut into 16 pieces of equal length. What is the length of each piece? എന്താ പറഞ്ഞിരിക്കുന്നത്? 140 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? ആദ്യത്തെ നോക്കിയേ, 140 is equal to 4 into 5 into 7. അടുത്തത് 16 is equal to 4 into 4. The length of a piece is 140/16 is equal to 4 into 5 into 7 by 4 into 4. 35/4 is equal to 8 3/4. The length of the piece of rope is 8 3/4 centimeter. Next, write the simplest form of 48/64. എന്താ പറഞ്ഞിരിക്കുന്നത്? 48/64ൻ്റെ ലഘുരൂപം എഴുതുക. നമുക്കത് നോക്കാം. 48/64 അല്ലേ? ഇതിൻ്റെ ലഘുരൂപം എങ്ങനെ എഴുതുക? 2 into 2 into 2 into 2 into 3 by 2 into 2 into 2 into 2 into 2 into 2. എത്രയായിരിക്കും വരിക? 3/4 അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇതിന് നമുക്ക് വേറൊരു മോഡലിൽ എഴുതാൻ നോക്കാം. ആദ്യം 48 അല്ലേ? 48/2 നോക്കാം. ഇതെത്ര വരിക? 2 വരും അല്ലേ? 08. ഇത് 24 വരും. നമുക്ക് ആദ്യം 24 കൺവേർട്ട് ചെയ്യാം. 24 എത്ര? 2 1 2 വരും. പിന്നെ അടുത്ത എത്ര വരിക? 12ന് ആദ്യം 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 വരും അല്ലേ? അതുകൊണ്ട് 12 വരും. അടുത്തത് ഈ 6ന് ആദ്യം കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? 3 കിട്ടി.
അടുത്തത് നോക്കിയേ, അടുത്തത് 64 അല്ലേ. 64നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരുക? 32 വരും അല്ലേ. അടുത്തത് 32നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 16 വരും അല്ലേ. ഇനി അടുത്തത് 16നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മക്കളെ? 8 കിട്ടും അല്ലേ. അടുത്തത് 8നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, ഇവിടെ വരും 3/4. 3/4. ഓക്കെ, നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് എ സൈഡ് ലെങ്ത് ഓഫ് 1 cm? എന്താ പറഞ്ഞിരിക്കുന്നത്? വശങ്ങളുടെ നീളം 1 cm ആയ സമചതുര കട്ടിയുടെ വ്യാപ്തം എത്രയാണ്? എത്രയാണ് മക്കളെ? 1 cubic centimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്യൂബ് മെയ്ഡ് ഓഫ് അയൺ ഹാസ് എ സൈഡ് ലെങ്ത് ഓഫ് 10 cm. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? If 1 cubic centimeter of iron weight 9 grams, what is the volume of the cube? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വ്യാപ്തം എത്രയാണ്? 1 ഘന സെന്റിമീറ്റർ ഇരുമ്പിന്റെ ഭാരം 9 ഗ്രാം ആണ്. ഈ കട്ടയുടെ ഭാരം എത്രയാണ്? അപ്പൊ നമുക്കത് നോക്കാം. അതിന്റെ ലെങ്ത് എത്ര മക്കളെ? 10 സെന്റിമീറ്റർ അല്ലേ. ഹൈറ്റും വിഡ്ത്തും 10 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ അങ്ങനെ വോളിയം നോക്കുക. ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എത്രയാണ്? 10 × 10 × 10 എത്രയാണ്? 1000 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. അടുത്തത്, ദ വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെന്റിമീറ്റർ ഓഫ് അയൺ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 9 grams. അടുത്തത് എങ്ങനെ വരിക? ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 × 9 ഈസ് ഈക്വൽ ടു എത്രയാണ്? 9000 grams അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ഷേപ്പ് ഗിവൺ ബിലോ. ഓൾ മെഷർമെന്റ്സ് ആർ ഇൻ സെന്റിമീറ്റർ. ചുവടെ കൊടുത്തിരിക്കുന്ന രൂപത്തിന്റെ വ്യാപ്തം കണക്കാക്കുക. എല്ലാ അളവുകളും സെന്റിമീറ്റർ ആണ്. നമുക്കത് നോക്കാം. ഈ ചിത്രത്തിന് നമുക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 3. ഇനി നമുക്ക് ഫസ്റ്റ് ദ വോളിയം ഓഫ് ദ ഫസ്റ്റ് പാർട്ട് നോക്കാം. എത്രയാണ് മക്കളെ? 16 × 4 × 3. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 192 cubic centimeter. അടുത്തത്, ദ വോളിയം ഓഫ് ദ സെക്കൻഡ് പാർട്ട് 4 × 4 × 3 എത്രയാണ്? 48 cubic centimeter. അടുത്തത്, ദ വോളിയം ഓഫ് ദ തേർഡ് പാർട്ട് 16 × 4 × 3 എത്രയാണ്? 192 cubic centimeter. ഇനി ഇതിൻ്റെ വോളിയം ഓഫ് ദ ഷേപ്പ് 192 + 48 + 192 എത്രയാണ്? 432 cubic centimeter. ഓക്കെ, നമുക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യൂബിക് സെന്റിമീറ്റർ ആർ ഇൻ 1 ലിറ്റർ? 1 ലിറ്റർ എത്ര ഘന സെന്റിമീറ്റർ ആണ്? എത്രയാണ് മക്കളെ? 1 ലിറ്റർ ഈക്വൽ ടു 1000 cubic centimeter അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 5. ബൈ ഹൗ മെനി ടൈംസ് വിൽ ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഇൻക്രീസസ് if its length, breadth and height are doubled? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാകും? എത്രയാണ് മക്കളെ? 8 അല്ലേ. അടുത്തത്, എ കണ്ടെയ്നർ ഹാസ് an internal length of 19 cm, width of 17 cm and height of 16 cm. It's filled with water up to height of 30 cm. How many more liters of water are needed to fill it completely? എന്താ പറഞ്ഞിരിക്കുന്നത്? അകത്തെ നീളം 90 സെന്റിമീറ്ററും വീതി 70 സെന്റിമീറ്ററും ഉയരം 60 സെന്റിമീറ്ററുമായ ഒരു പാത്രത്തിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഇത് നിറയാൻ എത്ര ലിറ്റർ വെള്ളം കൂടി വേണം? എത്രയായിരിക്കും മക്കളെ? അതിൻ്റെ ഹൈറ്റ് 16 സെന്റിമീറ്റർ അല്ലേ. ലെങ്ത് 90 സെന്റിമീറ്റർ, വിഡ്ത്ത് 70 സെന്റിമീറ്റർ. അതിൻ്റെ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം 19 × 17 × 16 എത്ര വരുക? 378,000 cubic centimeter. There is water on the container up to height of 30 centimeter. That's height 30 centimeter. അടുത്തത്, the volume of water in the container 19 × 17 × 30. അപ്പോൾ എത്രയാണ്? 189
1000 cubic centimeter കിട്ടും. ഇനി അടുത്തത് ദ വോളിയം ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ ദ കണ്ടെയ്നർ 378,000 മൈനസ് 189,000. അപ്പോൾ എത്ര വരുവാ? 189 liters. Next question, a rectangular block made of iron has length of 16 centimeter, width of 8 centimeter and height of 4 centimeter. If it is melted and recast into a cube, what will be the length of one side of the cube? ഇരുമ്പ് കൊണ്ടുള്ള ഒരു ചതുരക്കട്ടയുടെ നീളം 16 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും മക്കളെ? അതിൻ്റെ ലെങ്ത് എത്രയാ? 16 സെന്റിമീറ്റർ അല്ലേ? വിഡ്ത്ത് 8 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ. ഇനി എങ്ങനെയാണ് വോളിയം കാണുക? വോളിയം ഓഫ് ദ റെക്ടാങ്കുലർ ബ്ലോക്ക് 16 × 8 × 4 എത്രയാ മക്കളെ? 512 അല്ലേ? 412 cubic centimeter. ഇനി all side of a cube are equal. The volume of the cube is equal to the volume of the rectangular block. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നേരത്തെ 512 കിട്ടി. അടുത്തത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 8 × 8 × 8 is equal to 512. The length of one side is equal to 8 centimeter. Next question, a cube with a side length of 10 centimeter is fully submerged in a container filled with water. What will be the volume of water replaced in liters? എന്താ പറഞ്ഞിരിക്കുന്നത്? നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരക്കട്ട പൂർണ്ണമായും താഴ്ത്തിയാൽ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് എത്ര ലിറ്റർ ആയിരിക്കും? എത്രയായിരിക്കും മക്കളെ? 1 ലിറ്റർ is equal to 1000 cubic centimeter അല്ലേ? അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് വോളിയം ഓഫ് ക്യൂബ് is equal to 10 × 10 × 10 is equal to 1000 cubic centimeter. അതിൻ്റെ ആൻസർ വരും 1 ലിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ നീഡ് ടു ബി ആഡഡ് ടു 2/7 to get 1? എന്താ പറഞ്ഞിരിക്കുന്നത്? 2/7 ഏത് ഭിന്നസംഖ്യ കൂട്ടിയാൽ 1 കിട്ടും? ഏതായിരിക്കും മക്കളെ? 5/7 അല്ലേ? അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് 1/3 ആൻഡ് 2/5. അതങ്ങനെ വരുവാ? 1/3 അല്ലേ പ്ലസ് 2/5 എങ്ങനെ കിട്ടുവാ? 5/15. ഈ 5 എങ്ങനെ കിട്ടിയ മക്കൾക്ക് മനസ്സിലായോ? 1/3 അല്ലേ? 1/3. ഫൈവ് ഇൻറ്റു 1 × 5/5 × 3. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് 2/5 വരുമ്പോൾ എങ്ങനെ കിട്ടുവാ? 2 × 3/5 × 3 എത്ര കിട്ടുക? 6/50 വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 5/15 പ്ലസ് 6/15. അപ്പോൾ എത്ര ആൻസർ വരിക? 5 + 6/15 is equal to 11/15. ഇതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടെയ്നർ ഹാസ് 1.5 liter of milk and another container has 2 3/4 liter of milk. How many liters of milk are there in both containers? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ പാലും മറ്റൊരു പാത്രത്തിൽ 2.25 ലിറ്റർ പാലും ഉണ്ട്. രണ്ട് പാത്രത്തിലും കൂടി ആകെ എത്ര ലിറ്റർ പാലുണ്ട്? എത്രയായിരിക്കും മക്കളെ? The amount of milk in the first container 1/2 liters. The amount of milk in the second container 3/4 liter. The total amount of milk is equal to 1/2 plus 2 3/4. Next 1 plus 1/2 plus 2 plus 3/4. അടുത്തത് വരും 3 plus 1/2 plus 1/2 plus 1/4. നെക്സ്റ്റ് വരും 3 plus 1 is equal to 1/4. അടുത്തത് 4 plus 1/4. അടുത്തത് 4 1/4 ലിറ്റേഴ്സ്. അതാണ് അതിൻ്റെ ആൻസർ വരിക.